11-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നമ്പേഴ്സ് 11:18-23. സംഖ്യ 11-ന്റെ 18-24. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരും? ഇസ്രായേലിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, ഒരു മാസം മുഴുവനും തന്നെ. അത് നിങ്ങളുടെ മൂട്ടിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനും വരുമ്പോഴും നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ പോന്നു എന്ന് പറഞ്ഞ് അവന്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശെ, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകുവണ്ണം ആടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകുവണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുപോ എന്ന് ചോദിച്ചു. യഹോവ മോശെയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. യഹോവയുടെ കൈ കുറുതായി പോയോ? മറുപടി നിങ്ങൾ പറഞ്ഞാട്ട് ഞാൻ പഴയ നിയമത്തിൽ നിന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യാപുസ്തകമായ ദിവസം സംഖ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ എണ്ണുന്ന പുസ്തകമാണ്. ദൈവം ജനത്തെ നടത്തിയ വിധങ്ങളെ എണ്ണുന്ന ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരു സംഖ്യാപുസ്തകം വേണം. ബുക്ക് ഓഫ് നമ്പേഴ്സ്. ഇതിനു വേണ്ടിയാ, ഒന്ന് എണ്ണുവാൻ വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ ആരാധന പലപ്പോഴും ശരിയാകാതെ വരാനുള്ളതായ ഒരു കാരണം ഇങ്ങനെ ഒരു പുസ്തകം ഇല്ലാത്തത് കൊണ്ടാണ്. സംഖ്യാപുസ്തകം. പ്രൈസലോ. പലരും ഇന്നലെ ചെയ്ത കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. അതിനു മുമ്പ് ചെയ്ത കാര്യം പലപ്പോഴും മറന്നു പോവുകയാണ്. സ്തോത്രം. കർത്താവ് ചെയ്തതായ ഒരു നന്മയും മറന്നു പോകരുത്. ഓർക്കണം. എണ്ണി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം. പ്രൈസലോ. നമുക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. എണ്ണി സ്തുതിക്കുവാൻ. പ്രൈസലോ. നാം ധാരാളം നന്മകൾ പ്രാപിച്ചവരാണ്. ഒത്തിരി പ്രാർത്ഥനകൾ ഹൃദയമായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചവരാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇവിടെ വായിച്ചപോലെ ഇറച്ചതിന് ആര് തരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇറച്ചിയൊക്കെ ചോദിക്കുന്നത് മരുഭൂമിയിൽ തെറ്റാണെന്നുവെങ്കിൽ പോലും സത്യം അവ ചോദിച്ചു. മോശയും ആ വിഷയം ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചു. മറുപടി ലഭിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ചോദ്യം അത്ര യോഗ്യമായതോ എന്നുള്ള വിഷയം ആ മറുപടി ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ അറിവില്ലാതെയും ചോദിച്ച എത്രയോ കാര്യങ്ങൾക്ക് ആ കർത്താവ് ശാന്തമായ മറുപടി നിന്ന് നമ്മളെ അനുകരിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് കാര്യമൊക്കെ പറയാൻ സാധിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതായ ചില വിഷയങ്ങൾ പ്രൈസലോ അതിനപ്പുറമായി കർത്താവിനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നുവെന്ന് നിങ്ങൾ പ്രബോധത്തിൽ നോക്കിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? അറിഞ്ഞുകൂടാ. വലിയ പ്രാർത്ഥന. നമ്മളെല്ലാം സാധാരണമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. ആരും വലിയൊരു പ്രാർത്ഥിക്കാറില്ല. ഉണ്ടോ? കർത്താവിൽ നിന്നും വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുവാനാകണം. പ്രൈസലോ. ചിലർക്ക് ആളുടെ വിഷയങ്ങളാണ് ഏറ്റവും വലുത്. ദൈവം വളരെ ചെറുതാണ്. അതുകൊണ്ട് അവർ കാര്യം ചെയ്യും. ചെറിയ കാര്യങ്ങളെ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊക്കെ അത് വരുമ്പോൾ അവർ സ്വയം അങ്ങ് പരിഹരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ചെറിയ തലവേദനയോ നടുവേദനയോ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറയും. ഒരു വലിയ സാമ്പത്തിക ബാധ്യത, നിൽക്കാൻ വയ്യാത്തായ ഒരു കുടുംബപ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവത്തോട് പറയത്തില്ല വിഷയം.
സ്തോത്രം. കാര്യം എന്താ? അത്രയും വലിയ കാര്യം ദൈവത്തോട് എങ്ങനെയാ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ? ചിലര് വലിയ കാര്യം ദൈവത്തോട് പറയും, പക്ഷേ ചെറിയ കാര്യം ദൈവത്തോട് പറയാൻ പോലുമില്ല. അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫെഷ്യൻസ് 3:20. എന്നാൽ നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ശ്രദ്ധിച്ചാട്ട, ദൈവത്തിന്റെ മക്കൾ ചോദിക്കുന്നതല്ല അതിൽ ചിലപ്പോൾ ലഭിക്കുന്നത്. എന്റെ ചോദ്യം ആത്മാർത്ഥമായ ചോദ്യമാണെന്ന് വരികിൽ വേദപുസ്തകം ഗ്യാരണ്ടി തരുന്നു. ദൈവത്തിന്റെ പൈതലേ, നീ ചോദിക്കുന്നതിലും പിന്നെ നീ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ തക്കവണ്ണം ദൈവം അങ്ങ് സ്വർഗത്തിൽ ശക്തനാണെന്നല്ല, നിന്നിലും എന്നിലും വ്യാപരിക്കുന്ന ശക്തിയാൽ അവർ കഴിയുമെന്ന്. അല്ല, കഴിയുമോ? പ്രൈസലോ? ഹലോ, കഴിയുമോ? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായ നിലവാരത്തിൽ നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്നതായ ഒരു ശക്തി നിന്റെ അകത്ത് വെച്ചിട്ടാണ് ദൈവം നിന്നെ ഈ പോർക്കള മേട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ശക്തിയാൽ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ മൃഗക്കാരൻ കരങ്ങൾ ഉയർത്തി പറ, എന്റെ ദൈവത്തെ കൊണ്ടത് സാധ്യമാണെന്ന്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ വളരെ ചെറുതാണ്, നമ്മുടെ പ്ലാനുകൾ വളരെ ലഘുവാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ പലപ്പോഴും പല കാര്യത്തിനകത്ത് അവിശ്വസിച്ചു പോകുന്നത്. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോട് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറയുന്നതായി വാക്യം വായിച്ച് കേൾപ്പിക്കുക. നമുക്ക് മനഃപ്പാഠമാണ്. 55-ാം അധ്യായം 8-ാമത്തെ വാക്യം അറിയാമോ? എന്റെ വിചാരങ്ങൾ വായിച്ചോ. കേട്ടോ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴിയുമല്ല. കേട്ടോ, രോഗക്കാലം നമ്മുടെ വിചാരം ചെറിയ വിചാരമാണ്. നമ്മളുടെ കൊച്ചു കൊച്ചു വിചാരങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആൾക്കാരാണ്. ദൈവം പറയുന്നു, നിങ്ങളെ കുറിച്ച് വളരെ വലിയ ഒരു വിചാരം, ഒരു ചിന്ത ദൈവത്തിനുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? ആരുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലല്ലോ? നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ കുറിച്ച് വലിയ ഒരു ചിന്ത, വലിയൊരു പ്ലാൻ, വലിയൊരു പദ്ധതി എന്റെ ദൈവത്തിനുണ്ടെന്ന് എത്ര പേർ അത് കൈമുക്കി സ്തോത്രം ഏറ്റെടുക്കുന്നുണ്ടോ? പറഞ്ഞോണ്ട, എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എന്റെ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. വിശ്വാസം ഉണ്ട്, പറഞ്ഞാൽ മതി, ഇല്ല പറയണ്ട. പക്ഷെ കാര്യം മറന്നു പോകരുത്, വലിയ പദ്ധതി മാത്രമല്ല, അടുത്ത പദം എന്താണ്? അല്ല മോളെ, മോളത്തെ ഭാഗം. യെസ്, ശ്രദ്ധിക്കണം. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ ചിന്തയുണ്ട്, വലിയ പ്ലാൻ ഉണ്ട്. എങ്കിലും ഒരു കാര്യം നീ മറന്നു പോകരുത്, എന്റെ മുമ്പിൽ ദൈവം വെച്ചതായ വരച്ചതായ ഒരു വഴിയുണ്ട്. ഒരു വഴി, അത് നിന്റെ വഴിയല്ല, ദൈവത്തിന്റെ വഴിയുണ്ട്. നീ ആ വഴിയെ പോയെങ്കിൽ മാത്രമേ കർത്താവിന്റെ ചിന്തകളും കർത്താവിന്റെ പ്ലാനുകളും നിന്റെ ജീവിതത്തിനകത്ത് നിറവേറപ്പെടുകയുള്ളൂ. കാര്യം മനസ്സിലായോ? നിന്റെ ജീവിതത്തെ കുറിച്ച് വലിയ പ്ലാനുകൾ ദൈവത്തിലുള്ള പലപ്പോഴും നിറവേറാതെ പോകുവാനുള്ള ഒരു കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ അറിഞ്ഞു അറിയാതെ വഴി മാറിപ്പോകും. നമ്മുടെ വഴി കാലം
കർത്താവ് വലിയ കാര്യം ആർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? വലിയ കാര്യം. എന്റെ പ്രസംഗം നമ്മളോടാ കൊച്ചു കൊച്ചു കാര്യം പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പിന്നെയോ വലിയ കാര്യം പ്രതീക്ഷയോടെ ഞാൻ പ്രസംഗിക്കുന്നത്. ആരെങ്കിലും ഇവിടെ ആരുമില്ലേ? 1 2 3 4 5 കമോൺ കാരണം ഇരട്ടെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവര് ചുമ്മാ കൈവക്കരുത്. കേട്ടാ എൻ്റെ വിചാരത്തിനപ്പുറമായിട്ട്, എൻ്റെ വഴിക്കപ്പുറമായിട്ട് എന്നെ കുറിച്ചുള്ള വലിയ വഴികൾ, വലിയ പദ്ധതികൾ എൻ്റെ ദൈവത്തിനുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് നിറവേറി കാണുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ആർക്ക് കൈവക്ക് വേണ്ട? പൈസലോ ചിലരുടെ കൈ ഇത്ര പോകുന്നുള്ളൂ. എന്തറിയുമോ? അവർക്കറിയാം മതി, എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഒന്നും വേണ്ട. കാരണം ഞാൻ എൻ്റെ വഴി പ്രകാരമേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അവർക്കൊരു കൈ വരുത്താം. എന്നെ വലിയ പദ്ധതി ഒന്നും കർത്താൻ വേണ്ട, അതൊക്കെ കർത്താനെ മനസ്സിലിരിക്കട്ടെ, എനിക്ക് ഈ വഴിക്ക് ഞാൻ പോകാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ വിശ്വാസം കൊടുത്ത് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. കാര്യം എന്താ? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മിലുണ്ട്. ആ ശക്തിയാലാണ് ദൈവം ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്. ആ ശക്തി പ്രാപിച്ചവരുടെ ഇവിടെ ഇരിപ്പുണ്ടോ? ആ ശക്തി ആ ജീവിക്കുന്നവരുടെ ഇവിടെ ഇരിപ്പുണ്ടോ? അവർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസലോ. ആ ശക്തിയാൽ വൻകാര്യങ്ങൾ സാധിക്കുമെന്ന്, നിന്റെ വിചാരത്തിന് അപ്പുറമായിട്ട് വൻകാര്യങ്ങൾ സാധിക്കുമെന്ന്, നീ ആയുസ്സിൽ പോലും നനയ്ക്കാത്ത ഇടത്തിനെ കൊണ്ട് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാമെന്ന് ഒരു കാലം. പ്രൈസലോ. ബൈബിളിൽ നാം പലപ്പോഴും ചെറിയ ആൾക്കാരാണ്, അല്ലേ? ചെറിയ ആൾക്കാരാണ്. മോശ പറഞ്ഞു, ഞാൻ എന്നുള്ളൂ. ഫറവോനോട് ചെന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ എന്നുള്ളൂ. ഗിദെയോനും പറഞ്ഞു, ഞാൻ എന്നുള്ളൂ. ശരിയാണോ? യെരമ്യാവ് പറഞ്ഞില്ല, പക്ഷെ ദൈവം പറഞ്ഞു, നീ ബാൽ എന്ന് പറയരുത്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് എളിമയുള്ളവർ തന്നെ ആയിരിക്കണം. പക്ഷേ നാം ചെറിയവരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയായിരിക്കണം. സ്തോത്രം. ഏതൊക്കെ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ബൈബിളിലെ ചെറിയ മനുഷ്യർ വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് വൻ കാര്യം നടക്കുവാൻ ഇടയായിട്ടുള്ളത്. ബൈബിൾ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ പ്രാർത്ഥിച്ച ചെറിയ മനുഷ്യരുടെ ചരിത്രം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹലോ. ബൈബിൾ എന്ന് പറയുന്നത് ആ എഴുതി വെളിപ്പാട് അവസാനിച്ചെങ്കിലും നിത്യതയിൽ തുടരേണ്ട ഒരു പുസ്തകം ഉണ്ട് ബൈബിളിനകത്ത്. ഏതല്ല പുസ്തകം? ഒരു പുസ്തകം മാത്രം ബൈബിളിനകത്ത്, പുതിയ നിയമത്തിനകത്ത് കൺക്ലൂഡ് ചെയ്യാതെ അവസാനിച്ചിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്തിട്ടില്ല. അല്ല, താങ്ക് യു. ആരാ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാർ കൂടി ദൈവസഭയിൽ കൂടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്താഗതിക്കകത്ത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം ഇപ്പോഴും പരിശുദ്ധാത്മാവ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. പൗലോസിന്റെ മരണം അപ്പോസ്തല പ്രവർത്തിക്കകത്ത് എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൗലോസ് വധിക്കപ്പെടുകയുണ്ടായത്. ആ ചരിത്രം മുതൽ ഇങ്ങോട്ട് നീ ഞാനും കടന്നുപോയ തീച്ചുളയിൽ നിന്നും വിടുവിക്കുന്ന ചരിത്രം വരെ എഴുതിക്കൊണ്ടിരിക്കുക ഈ പുസ്തകത്തിനകത്ത്. പ്രൈസലോ. എത്ര വിശ്വാസമുണ്ട്! ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് നിന്റെ പേര് കർത്താവ് എഴുതി വെച്ചിരിക്കുകയാ. പ്രൈസലോ. നിന്റെ കുറെ ചരിത്രങ്ങൾ കർത്താവ് ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാ. ഓർമ്മയുടെ പുസ്തകത്തിനകത്ത്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നീ അത് പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണെന്ന നിലയിൽ നീ ഒരു കൊച്ചു മനുഷ്യനായിരിക്കാം, നീ ഒരു വീട്ടമ്മയായിരിക്കാം. പ്രൈസലോ. പക്ഷേ വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊള്ളണം. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത, മോശയുടെ ബാല്യക്കാരൻ എന്നതായ സ്ഥാനപ്പേരുണ്ടായിരുന്ന ഒരു ചെറിയ മനുഷ്യനായിരുന്നു
നൂന്റെ മകനായ യോശുവ അവൻ ഒരിക്കലും പ്രതികരിച്ചില്ല. ഇസ്രായേലിന്റെ നേതൃസ്ഥാനത്ത് അവൻ അവരോധിക്കപ്പെടുമെന്ന ദിവസകാലം കൈക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ കർത്താവിന്റെ സന്നിധിയിൽ ചെറിയ ചെറിയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരാ. ശുശ്രൂഷ ചെയ്തായിരിക്കാം, പക്ഷേ ദൈവത്തിനെ കാണുന്നത് വലുതായിട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ ഒരു ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. യോശുവ ഇസ്രായേലിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യുദ്ധത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. വായിക്കാമോ? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. സോറി 10-ാം അധ്യായം 1-ാം വാക്യം. 10-ലെ ജോഷുവോട് സംസാരിച്ചു. ശ്രദ്ധിക്കണമേ, ആൾക്കാർ പറയാറുണ്ട് സൂര്യനോട് സംസാരിച്ചത്. അല്ല, ശരിയാ, പക്ഷെ അതിനു മുമ്പ് യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും നിൽക്ക എന്ന് പറഞ്ഞു. സൂര്യൻ നിന്നു, നിശ്ചലമായി. യഹോവ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട്, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷം ഉണ്ടായിട്ടില്ല. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? യോശുവ പ്രതിസന്ധി എന്ത് ചെയ്തു? ആരും വിടുന്നില്ലയോ? യഹോവയോട് സംസാരിച്ചു. എന്നിട്ട് സൂര്യനോട് കൽപ്പിച്ചു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നീ കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിക്കണം, പക്ഷെ അതിനു മുമ്പ് പ്രാർത്ഥിക്കേണ്ടതിനോട് പ്രാർത്ഥിച്ചു കൊള്ളണം. സൂര്യനെ ഉണ്ടാക്കിയവൻ ദൈവമാണ്. ആ ദൈവമായിട്ടുള്ള കണക്ഷൻ അവൻ ശരിയാക്കി വെച്ചോ. ശരിയാക്കി വെച്ചിട്ട് ആ ദൈവത്തിന്റെ ദാസന നിലവാരത്തിൽ പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അതവിടെ നിന്നു. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ദൈവം ആരാ? അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ഉടയവനായ കർത്താവിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം തന്നു. അധികാരമുള്ളവർ ദൈവത്തോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു പോകാതെ കൽപ്പിക്കേണ്ടതെന്ന് കൽപ്പിക്കണം. പ്രാർത്ഥനയ്ക്ക് ചെറിയ വ്യതിയാനം വരുത്തണം. ദൈവത്തെ അപേക്ഷിക്കായിരുന്നില്ല അവിടെ യോശുവ ചെയ്തത്. ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം സൂര്യനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഒരു കാലം ദൈവത്തോട് സംസാരിക്കുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? കരകീർത്ത മടിയാണോ? ലജ്ജയാണോ മടി ഉയർത്തുവാൻ? ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയ എത്ര പേര് ദൈവത്തെ സംസാരിക്കാറുണ്ടോ? കുഴപ്പമില്ല, കൈവക്ക് കാണിക്കണം. പക്ഷെ അത് കാണണ്ടേ, ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് നീ പറഞ്ഞാൽ ചിലതൊക്കെ അവിടെ നിൽക്കും. വിശ്വാസമുണ്ടോ? ഈ ദിവസങ്ങളിൽ പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ വിശ്വാസമുണ്ടോ? ദൈവവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് വരികിൽ, നേരത്തെ വായിച്ച പോലെ ദൈവത്തിന്റെ ഹിതപ്രകാരം പോകുന്ന വ്യക്തിയാണെന്ന് വരികിൽ, നാം വായിച്ച് കേട്ടതുപോലെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ വഴിയിൽ കൂടി പോകുന്ന വ്യക്തിയാണെന്ന് വരികിൽ, ആ വഴിക്കകത്ത് നിന്നെ സ്റ്റോപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ഒരുത്തനും കഴിയത്തില്ല. നിന്റെ വാക്കുകളുടെ വിലയുണ്ടോ? നീ വഴി മാറി പോയിട്ട് ഒന്നും കൽപ്പിക്കരുത്.
ആ വഴി കൂടി പോയിട്ട്, ദൈവം മറച്ച വഴി കൂടി പോയിട്ട് നീ കൽപ്പിച്ചോ, തടസ്സം മാറിപ്പോകുവാൻ ഇടയായി തീരും. യേശു അതാ പറഞ്ഞത്, ആ വഴിയിൽ ഒരു മലയുണ്ടെന്ന വഴിയിൽ നീ വിളിച്ചു പറ, പോകണമെന്ന് പറ, അത് കടലിപ്പോകും. പക്ഷേ നിന്റെ കാൽപാദങ്ങൾ ദൈവം കൽപ്പിച്ച വഴി കൂടി ആയിരിക്കണമെന്ന് മാത്രം. ഏലിയാവിന്റെ പ്രാർത്ഥന വായിക്കുന്നു അല്ലേ? ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പുസ്തകം പറഞ്ഞത് അറിയാമോ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. 5-ാം അധ്യായം 17 യാക്കോബ്. എന്നിട്ട് സംഭവിച്ചോ? അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? അന്നു വരെ ആരും പ്രാർത്ഥിക്കാത്ത ഒരു വലിയ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു. എന്തിനുണ്ട് പ്രാർത്ഥിച്ചേ? എന്താ പ്രാർത്ഥിച്ചേ? 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഹലോ, മഴ പെയ്യാൻ മാത്രമല്ല ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളതോ? എന്റെ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് വേണ്ടി ചിലതൊക്കെ പെയ്യാതിരിക്കാനും പ്രാർത്ഥിക്കുവാൻ നിനക്ക് അവകാശമുണ്ട്. പ്രൈസലോ, പ്രൈസലോ. കർത്താവിന്റെ ദാസനോട്, യോശുവായോട് കർത്താവ് പറഞ്ഞത് എന്താ? എങ്ങനെയായിരുന്നു? ഇടിക്കുവാനും പൊളിക്കുവാനും അല്ലെ, പണിയുവാനും ഞാൻ നിനക്ക് അധികാരം തരുന്നു. ദൈവഭക്തന്മാർക്ക് ഇടിക്കുവാൻ മാത്രമല്ല, പിന്നെ പണിയാൻ മാത്രമല്ല, പൊളിക്കുവാൻ ഒക്കെ അധികാരമുണ്ടെന്ന്. സ്തോത്രം. അന്ന് വരെ ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പ്രൈസ് ദി ലോർഡ്. ബ്രദർ ബിനു പ്രൈസ് ദി ലോർഡ്. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, എന്നെ നോക്കിയിരുന്നാൽ മതി. കർത്താവേ, ആകാശത്തെ ഒന്ന് അടയ്ക്കുമാറാകണമേ എന്ന്. ആകാശം അടയ്ക്കുന്ന ആർക്ക് വേണ്ടിയാ? ദുഷ്ടനായ ആഹാബിനെയും ഇസബേലിനെയും അവിടെ ജനങ്ങൾ ദൈവം ആരാധിക്കുന്നതായ ദുശക്തികളെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തൻ വിളിച്ചു പറഞ്ഞു, മഴ നിൽക്കട്ടെ. അവിടെ നിന്നു. സ്തോത്രം. പക്ഷേ കഥ അവിടെ തീർന്നില്ല. തന്റെ ഭക്തന് വേണ്ടി ദൈവം അത്ഭുത ക്രമീകരണം ചെയ്യുവാൻ ഇടയായി തീർന്നു. അവൻ ചോദ്യത്തില്ല, കർത്താവേ, മഴ നിർത്തിക്കഴിഞ്ഞാൽ എന്റെ കാര്യം എന്താകും? ചിന്തിച്ചായിരുന്നോ? മഴ നിന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യം എന്തായി തീരും? ഞാൻ ഇവിടുന്ന് കഴിക്കും, ഞാൻ ഇവിടെ പാർക്കും. ചിന്തിച്ചോ, പ്രാർത്ഥിച്ചോ? എനിക്കറിഞ്ഞുകൂടാ. എന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ ഭക്തന്മാർ ഒരു കാര്യം വിളിച്ചു പറയുവാൻ തക്കവണ്ണം നിനക്ക് നിയോഗം ഉണ്ടാക്കി കഴിയുമ്പോൾ നീ വിളിച്ചു പറഞ്ഞാൽ മതി. അതിന്റെ പുറകെ വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നാലും അത് നോക്കി നടത്തി തരുവാൻ തക്കവണ്ണം കഴിവുള്ളവനെയാണ് നീ ഞാൻ സേവിക്കുന്നത്. ആകാശം അടഞ്ഞു പോയി, മഴയവിടെ നിന്നു, ആഹാബും കൂട്ടിന് ബുദ്ധിമുട്ടി. പക്ഷെ പ്രവാചകനോടോ എന്ത് ചെയ്തു? നീ പോയി കെരീത്തിനരികെ ഒളിച്ചിരിക്കാം. അവിടെ നിനക്ക് ഭക്ഷണം തരുവാൻ തക്കവണ്ണം ആകാശത്തിൽ പറന്നു പോകുന്ന കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അത് ദൗത്യമേറ്റ് വാങ്ങി ചെയ്തു കൊള്ളും. പ്രൈസലോ. ദൈവം പറഞ്ഞ കാലത്തോളം അവനവിടെ പാർക്കുവാൻ ഇടയായി തീർന്നു. തോട് പറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവം പിന്നെയും അവന് ഒരു വഴി എവിടേക്ക് വരച്ചു? സാരഫാത്തിലേക്ക് വരച്ചു. പറഞ്ഞു, നീ അവിടേക്ക് പോക്കോ. അവിടെ ചെന്നപ്പോൾ വിറക് പെറുക്കുന്നതായ ഒരു വിധവയായ സ്ത്രീയെ കണ്ടില്ലോ. അവളോട്, ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം ആവശ്യപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു കഷ്ണം അപ്പം കൂടി തരാമോ എന്ന് ചോദിച്ചു. അവളെന്താ പറഞ്ഞു? അപ്പമില്ല എന്നാ പറഞ്ഞത്. ഇല്ലയോ? ഉണ്ട്, തരാനില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അവള് പറഞ്ഞെന്തുവാ? ഒരപ്പത്തിനുള്ള മാവ് ഉണ്ടെങ്കിലും ആദ്യം കൊണ്ടുപോവാ.
വാർത്തയോടെ പറഞ്ഞതല്ല, അങ്ങനെ കൽപ്പിക്കാൻ കാരണമുണ്ട്. എന്താണെന്നറിയോ കാരണം? ദൈവദാസന്മാർ ചിലതൊക്കെ കൽപ്പിക്കുന്ന വരികിൽ അതിന് പുറകെ ഒരു കാര്യമുണ്ട്. ദൈവം ഏരിയോട് പറഞ്ഞു, നീ സാരപാത്രേ പൊക്കോ, നിന്നെ പുലർത്തുവാൻ വിധവയോടെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അതാ കാരണം. വിധവയ്ക്ക് അറിഞ്ഞുകൂടാ ഏരിയാവിനെ പോറ്റാൻ ദൈവം കൊടുത്ത ഓർഡർ അവിടെ ഉള്ള കാര്യം. ദൈവത്തിന്റെ പൈതലേ, നിന്റെ കയ്യിൽ ഒരു അപ്പത്തിലുള്ള മാവയുള്ളോ, നീ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഓർഡർ ചെറുപ്പത്തിലൊക്കെ വന്നിരിക്കുക, നീ എടുത്ത് ചെലവഴിച്ചുകൊള്ളൂ. നിന്റെ കരത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, ചുറ്റിലെണ്ണ കുറഞ്ഞു പോകാത്ത കരുതാം. ദൈവത്തിന്റെ ഓർഡർ ഉണ്ട്, ഓർഡർ ഓർഡർ. ദൈവത്തിന്റെ ഓർഡർ മനസ്സിലാക്കണം, പ്രവർത്തിക്കണം. അവിടെ പാർത്തു. അല്പം കുറേ ദിവസം പാർത്തു കഴിഞ്ഞപ്പോ ആ വിധവയ്ക്ക് ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ രോഗം പിടിച്ച് കിടപ്പായി. ഇല്ലയോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 1 Kings 17 chapter 17-18 മുതൽ വായിച്ചാട്ട് 17 മുതൽ. അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നു നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇന്ന് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, ജീവിച്ചു. ദൈവത്തിന്റെ അലപ്പാട് കേട്ട് പോകുന്ന ഭക്തനെ നോക്കിയാട്ട് ഇസ്രായേൽ ദേശത്തു നിന്നും ഒരു നീർപ്പൊയ്കയുടെ അടുക്കലേക്ക്, കെരീത്തിലേക്ക്, അവിടെ നിന്നും അന്യരാജ്യത്തെ വിധയുടെ വീട്ടിലേക്ക്, അല്ലേ? ഒരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഏകാന്ത യാത്രക്കാരനാ. ശരിയാണോ? അലയുന്ന ഒരു മനുഷ്യനാ, അല്ലേ? ആര് നിമിത്തമാ? ദൈവത്തിന്റെ വചന നിമിത്തം, ദൂത് നിമിത്തം. പറഞ്ഞ ദൂത് നിമിത്തം അലയുന്ന ഒരു മനുഷ്യൻ. ആരെങ്കിലും ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരാളിപ്പുണ്ടോ? ദൈവത്തിന്റെ വചന നിമിത്തം, സുവിശേഷ നിമിത്തം കഷ്ടപ്പെടുന്ന, അലയുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ആരെങ്കിലും പിടിയിൽപ്പുണ്ടോ? ഇതുപോലെ കാലം എന്നെ പിടി ഇനി ആരെങ്കിലും ഉണ്ടോ? സുവിശേഷ നിമിത്തം അലയുന്ന ഒരു വ്യക്തി. ഇതുപോലെ കാലം പറയട്ടെ, നീ അലയുന്ന വ്യക്തിയായിരിക്കാം, നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം. പക്ഷേ കൊച്ചു മനുഷ്യ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വാനോളം വിലയുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം അണയും, നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും, നീ പ്രാർത്ഥിച്ചാൽ അപ്പം പൊങ്ങി വരും, അനടിയായി തീരും. നീ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ആ വീട്ടിൽ, നീ പാർക്കുന്ന വീട്ടിനകത്ത് നടക്കുവാൻ ഇടയായി തീരും. നീ പ്രാർത്ഥിച്ചാൽ ദുരന്തങ്ങൾ മാറിപ്പോകുവാൻ ഇടയായി തീരും. കാര്യം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി കൈവൊക്കെ പറയാൻ സാധിക്കുമോ? എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഇതെല്ലാം കഴിയുന്നവരെയാണ് നീ ഞാനും ആരാധിക്കുന്നതിന്റെ മകക്കാലം. എത്ര ബോധ്യമുണ്ടോ? ആരെയാണ് മകക്കാലം ആരാധിക്കുന്നതെന്ന്? പ്രൈസോ, ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം ഇറങ്ങി വന്നതായ ദൈവമക്കൾ ഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത് ആദ്യം വായിച്ചത് എന്താ വായിച്ചത്? അവർ ദൈവത്തോട് പരാതിപ്പെട്ടു. എന്തോ അവർ പരാതിപ്പെട്ടതാ? ഞങ്ങൾക്ക് ഈ മന്ന മാത്രമേ ഉള്ളൂ അല്ലേ വായിച്ചേ? മന്നയെ പറ്റിയുടെ പറയുന്നുണ്ട്. മന്ന എങ്ങനെ ഇരിക്കുന്ന? അല്ലല്ല, അവിടെ അങ്ങനെയല്ല പറയുന്നേ. ആ ഭാഗത്ത് പറഞ്ഞ വേറെ പറയുന്നേ അല്ല. അവിടെ പറയുന്നത് കൊത്തമ്പാലരി പോലെന്നാ. നിങ്ങൾക്ക് അവർക്കറിയാം കൊത്തമ്പാലരി എന്ന് വേണമെന്ന്? എന്താ കൊത്തമ്പാലരി? അത് കണ്ടപ്പോൾ കൈ നോക്കി. കൊത്തമ്പാലരി പോലെ ഇരിക്കുന്നു. കൊത്തമ്പാലരി, അതാണോ? ഇംഗ്ലീഷിൽ കൊറിയാണ്ടർ എന്നാ. മല്ലിയ, അതാ കൊത്തമ്പാലരി.
അപ്പൊ മഞ്ഞ എങ്ങനെ ഇരിക്കുന്ന? ഹലോ, മഞ്ഞ എങ്ങനെ ഇരിക്കുന്ന? മല്ലി പോലെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കേണ്ട, മഞ്ഞിനകത്ത് വീണ മല്ലി പോലെ സാധനം പെറുക്കി ഒരു പറ എടുക്കുവാൻ പ്രയാസം വല്ലതുണ്ടോ? ഞാൻ കൊച്ചിലെ വിചാരിച്ചു മഞ്ഞ വല്ല അപ്പം പോലെ, അപ്പമാണ്. ഇപ്പൊ ഒരപ്പം എടുത്തു, രണ്ടപ്പം എടുത്തു. പിന്നെ ചിന്ത പറഞ്ഞാൽ വലിയ സാധനം വേണ്ട, നുള്ളി പെറുക്കി മൂന്നാളാകുമ്പോഴത്തേക്ക് പറയാമോ? ഇല്ല, മല്ല് പോലത്തെ സാധനമാണ്. ദൈവം പെറുക്കാൻ പറഞ്ഞാൽ കുനിഞ്ഞിരുന്ന് പെറുക്കിക്കണം. സ്വതന്ത്രം ഒരു പറ വരെ പെറുക്കണം. സ്വതന്ത്രം. അയ്യോ പാസ്റ്ററെ, ഒരു പറ പെറുക്കാൻ ഈ കഴിവില്ല, അവരൊക്കെ പെറുക്കിയപ്പോൾ ഞാൻ പെറുക്കിയപ്പോൾ പകുതിയായിട്ട്. വിഷമിക്കേണ്ട, വീട്ടിൽ നോക്കിയപ്പോൾ കാണാൻ ഒരു പറയുണ്ട്. സ്വതന്ത്രം. കഴിവ് കൂടി ഒത്തിരി പെറുക്കി, രണ്ടു കൈ കൊണ്ടും പെറുക്കി. ഭാരം പറയണ്ട, നോക്കിയപ്പോൾ അവനും അത്രേ ഉള്ളൂ. ദൈവം തന്നെ ഇങ്ങനെ കാര്യം തരാമെന്നത്. പക്ഷെ പെറുക്കാൻ മനസ്സ് വേണം. പെറുക്കാൻ മനസ്സുണ്ടോ? ഇത് കഴിച്ചവർ പരാതിപ്പെടുകയാ. എന്താ പരാതിപ്പെടുന്നത്? ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളെന്ന്. മോശ എന്ത് ചെയ്തു? പരാതി കേട്ട മോശ എന്ത് ചെയ്തു? മോശയും പരാതി പറഞ്ഞു. വളരെ സീരിയസ് ആയ പരാതി മോശ പറഞ്ഞത്. എന്റെ ദൈവമേ, ഇതിനെയൊക്കെ ഇങ്ങനെ ചുമന്നിട്ട് അടക്കുവാൻ തക്കവണ്ണം നിന്ന് പറ, ഞാൻ ഇതിനെയൊക്കെ ഗർഭം ധരിച്ചോ? ചില ഭാഷമാര്, ചില വിശ്വാസികളൊക്കെ ചില സ്വഭാവമൊക്കെ കാണുന്നേ. പിന്നെയും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇതിനെയൊക്കെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കൊണ്ടൊക്കെ നിൽക്കണം. പൈസോ വിഷമിക്കേണ്ട, വിഷമിക്കേണ്ട. ഭാരം മാറ്റുവാനും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്വതന്ത്രം. ദൈവം അവിടെ പദ്ധതി കൊടുത്തു. എന്താ? മോശേ, നിന്റെ ഭാരം വഹിക്കുവാൻ തക്കവണ്ണം ഒരു 70 പേരെ ദൈവം അനുഭവിച്ചു കൊടുത്തു. എത്ര പേരാ? 70 പേരെ വെച്ചു കൊടുത്തു. ആ 70 പേരിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ പകർന്നു കൊടുത്തു. ശ്രദ്ധിക്കണം, നാം പലപ്പോഴും വിചാരിക്കും, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാത്തവരിലേക്ക് അഭിഷേകം പകർന്ന് കൂടെ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വിശ്വാസമുണ്ടോ നിനക്ക്? നീ അറിയാത്ത, നീ ഒരിക്കലും വിചാരിക്കുന്ന ആൾക്കാർ നിന്റെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം, ഭാരം വഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് എഴുന്നേൽപ്പിക്കും. കർത്താവ് ചില കണ്ടിട്ടുണ്ട്. കാര്യവും സഭയുടെ ഭാരം വഹിക്കുവാൻ തക്കവണ്ണം, കുടുംബത്തിന്റെ ഭാരം വഹിക്കുവാൻ കർത്താവ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ട ആരെങ്കിലും പലകാലം ഉണ്ടെന്ന് കേട്ടുകൊള്ളൂ. നീ ഒറ്റയ്ക്കല്ല, ഭാരം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഷെയർ ഹോൾഡേഴ്സിനെ ആക്കി വെച്ചിട്ടുണ്ട്. 24 വാക്യം വെച്ച് നമ്മുടെ മാനസിക പുസ്തകം വായിച്ചത്. അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ജനം 6,00,000 കാലാളുണ്ട്. ഒരു മാസം തിന്മാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്തു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, 30 ദിവസത്തെ ഓഫർ ദൈവം കൊടുത്തു. ഇതിനു വേണ്ടിയാ പ്രാർത്ഥിച്ച മക്കൾക്ക് ഇറച്ചി ദൈവം ഓഫർ ചെയ്തപ്പോൾ മോശ പറയുക, എന്ത് പറയുന്നത്? എന്റെ ദൈവമേ, എന്റെ കൊടുത്തവരുണ്ടോ? പറ. 6,00,000 ചെറുപ്പക്കാരായ ആൾക്കാർ തന്നെയുണ്ട്. കാലാറുണ്ട്, സൈന്യമുണ്ട്, അവിടെ മാതാപിതാക്കളുണ്ട്, അവിടെ ഭാര്യമാരുണ്ട്, അവിടെ മക്കളുണ്ട്. എല്ലാം കൂടെ 10-30 ലക്ഷം പേരുണ്ട്. ഇവർക്കെല്ലാം കൊടുക്കുവാൻ ഇറച്ചി നമ്മുടെ ചിന്ത പോകുന്ന എങ്ങോട്ടാ പോകുന്നത്? പറ. ഇറച്ചി നിങ്ങൾ തരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത പോകുന്ന എങ്ങോട്ടാ? അടുത്ത കോഴിക്കടലോടെ നിങ്ങളുടെ ചിന്ത പോകുന്നത് അല്ലേ? എൻ്റെ ചിന്ത പോകുന്നത് നല്ല ഒന്നാമത് ബീഫ് കിട്ടുന്നിടത്തൊക്കെ എൻ്റെ ചിന്ത പോകും. നീ ഇഷ്ടമല്ല. മോശ പറഞ്ഞതുവാ, ഇത്രയും പേർ കറക്കുവാൻ എവിടുന്ന് കിട്ടും? പ്രൈസലോ. പക്ഷേ പറയുന്നതുവാ, നീ വിളിച്ച് പറ, തരുമെന്ന് പറയാൻ പറഞ്ഞില്ലയോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാര് ലോകത്തിന് മുമ്പാകെ മണ്ടന്മാരാ. കാരണം ലോകത്തിന്റെ ബുദ്ധിക്ക് നിരക്കാത്ത പലതും ഇവർക്ക് പലപ്പോഴും വിളിച്ചു പറയേണ്ടി വരും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ലോകത്തിന്റെ ബുദ്ധിക്ക് നിരക്കാത്ത പല മണ്ടത്തരങ്ങളും പ്രാർത്ഥിക്കുന്ന ഭക്തന് വിളിച്ച് പറയേണ്ടി വരും, ചെയ്യേണ്ടി വരും. അത്തരത്തിലെ മണ്ട നോഹ അല്ലയോ? ദുഷ്കർമ്മം പ്രവർത്തിക്കുന്ന ഒരു തലമുറയിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് പെട്ടകൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
அதை വിളിച്ചു പറയുന്നു, ആകാശത്ത് നിന്നും മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി ഈ ഭൂമി മുഴുവൻ നശിക്കും. രക്ഷകനെ പെട്ടകത്തിൽ കയറിക്കോ. അദ്ദേഹം പെട്ടകം ഉണ്ടാക്കുമ്പോഴൊക്കെ പെട്ടകം ഉണ്ടാക്കിയ ആശാരിമാര് പോലും നോഹയിലെ പെട്ടകത്തിലോ വിശ്വസിച്ചില്ല. മണ്ടന്റെ പണി, മണ്ടൻ പറഞ്ഞ പണി അവർ ചെയ്തുകൊണ്ടിരുന്നു. അവർ പ്രശസ്തന്മാരായിരുന്നില്ലയോ? ആ പെട്ടകം എന്നൊക്കെ പറയുന്നത് ചുമ്മാ കൊട്ടയൊന്നുമല്ല. ആ പെട്ടകം ഇത്രയും ജനത്തെ ഇത്ര എണ്ണത്തെ പാർപ്പിക്കുന്നതായ ആ വലിയ സൗധം ഉണ്ടാക്കിയതായ ആ എഞ്ചിനീയേഴ്സ് പോലും ദൈവത്തിൽ വിശ്വസിച്ചില്ല. നോഹ അവരുടെ മുമ്പിൽ മണ്ടനായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ അവൻ മണ്ടനല്ല. ദൈവത്തിന്റെ വാക്ക് കേട്ടവൻ, അവനും അവന്റെ കുടുംബവും ആ പെട്ടകത്തിൽ അല്പജന 8 പേർ മാത്രം ശേഷിച്ചപ്പോൾ ലോകത്തിലെ സകലമായ പേരും സകല മിടുക്കന്മാരും പോയപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ഉയരത്തിൽ ഒഴുകുവാൻ തക്കവണ്ണം തുടങ്ങി. ദൈവത്തിന്റെ മതിലെ നീ മണ്ടനായിരിക്കാം, നീ ഒരു മണ്ടനായിരിക്കാം ലോകത്തിന് മുമ്പാകെ. പക്ഷെ മിടുക്കന്മാരൊക്കെ ഒഴുകി നടക്കുമ്പോൾ, നീ ഉണ്ടല്ലോ പിന്നെ മുങ്ങി നടക്കുമ്പോൾ നീ അങ്ങനെ പാപ്പെടുത്തി പോകില്ല. നിനക്ക് വേണ്ടി സുരക്ഷിതമായ പെട്ടകം ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെ പെട്ടകത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടകത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൈവക്കി പറയാമോ, ആ പെട്ടകം ദൈവം കൽപ്പിച്ചായ ആ പെട്ടകം ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാ, ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പ്രസംഗവും ജീവിതവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഹിന്ദുക്കളുടെ മുമ്പാകെ മണ്ഡലം പോലെ നടക്കുക. പക്ഷേ പെട്ടകം നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ പെട്ടകത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഒരുപാട് വരും, താമസിക്കുകയുമില്ലാത്ത കാര്യം എന്ന് പോയി കാരണം മനസ്സിലാക്കിക്കോ. വേറെ മണ്ടനാ ജോഷുവ വലിയ ഇന്നത്തെ ലോകത്തിലെ ചൈന വൻമതിൽ പോലെയുള്ളതായ വലിയ വൻമതിലായ എരിഹോ മതിൽ ഇവരുടെ പുരോഹിതന്മാരുമായിട്ട് പെട്ടകം ചുമന്നുകൊണ്ട് രാവിലെ കറങ്ങി നടക്കുകയാണ്. ശരിയല്ലയോ? പെട്ടകം ചുമന്നുകൊണ്ട് നിശബ്ദമായിട്ട് കറങ്ങി നടന്ന് പാളയത്തിൽ വന്നു. 1-ാം ദിവസം കഴിഞ്ഞു. എന്തുവാ 2-ാം ദിവസം പറയുക അങ്ങനെ കറങ്ങാൻ എവിടെയാ? അതിശക്തമായ എരിഹോ കോട്ട ചുറ്റും വലമിടുകയാ. എരിഹോ നിവാസികൾ പറയുമായിരിക്കും മണ്ടന്മാർ, കയ്യിൽ വാള് പോലുമില്ല, ആയുധങ്ങളൊന്നും ഒന്നുമില്ലാതെ മണ്ടന്മാർ ഒരു വെട്ടി ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മനസ്സിലോ? മണ്ടത്തരം ഇവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 7-ാം ദിവസം കാര്യങ്ങൾ മാറി മറിയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് കറങ്ങിക്കൊണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്ന ജനതമുമ്പാകെ എരിഹോ മതിൽ, എരിഹോ കോട്ട ഇടിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം നിശാന്തമായിട്ട് അനേകം കളിയാക്കുമ്പോൾ കളിയാക്കൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നീ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ചുമന്നുകൊണ്ട് വിശ്വാസം നീ നടന്നുകൊണ്ടിരിക്കുകയാ. ആൾക്കാർ മണ്ടൻ മണ്ടൻ മണ്ടെന്ന് പറയുമായിരിക്കും. പേടിച്ചു പോകേണ്ട ആവശ്യമില്ല. 1-ാം ദിവസമായിട്ടുള്ളൂ, 2-ാം ദിവസമായിട്ടുള്ളൂ, 7-ാമത്തെ ദിവസം വരുന്നുണ്ട്. അന്ന് കാണാം നിന്റെ മുമ്പിൽ എരിഹോ കോട്ട ഇടിഞ്ഞു വീഴുന്നത്. വിശ്വസിക്കുന്നവർ കാര്യം ഉയർത്തി പറഞ്ഞാട്ടോ, ഞാൻ പ്രതീക്ഷിക്കുന്നവരാണ്. അഭിഷേകം പ്രാപിച്ച ദാവീദിന്റേതായ ബാല്യകാല ദൈവം സൈന്യമുഖത്തേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ ആകെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനതകളുടെ ദൈവത്തെ അധിക്ഷേപിക്കുന്ന ഇവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ പോയപ്പോൾ പടച്ചട്ട കൊടുത്തു നോക്കി ഷൗല്. ആ പടച്ചട്ട അവന് ചേരുന്നതല്ല. കർത്താവ് എന്ത് ചെയ്യണം? അവന്റെ പടത്തിന്റെ ഊരിക്കള. നിന്റെ കയ്യിൽ എന്തോണ്ട്? കവണയും കല്ലും മാത്രം. അതുമായി നടക്കുമ്പോൾ ഗോലിയാത്ത് ഫെലിസ്ത്യൻ അവനെ ആക്ഷേപിച്ചു. എന്നാൽ അവന്റെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയായി തീർന്നു. സ്തോത്രം. അവന്റെ ഗോലിയാത്ത് വീഴുവാൻ വേണ്ടിയായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ പ്രാർത്ഥിക്കുന്നവർ മണ്ടന്മാരാ. നമ്മളൊക്കെ ആരാണ്? മണ്ടന്മാരാ. മോശമാരായിരുന്നു. മോശ ഒരു മണ്ടനാ. അതൊരു മോശയ്ക്ക് പിന്നെ മണ്ടത്തെ ഒത്തിരി ചെയ്തിട്ടുള്ളതുകൊണ്ട് മോശയ്ക്ക് കുഴപ്പമില്ല. കാര്യം എന്താ? കൽപ്പിക്കാൻ മോശം കൽപ്പിക്കും. കാര്യം എന്താ?
മോശയ്ക്കറിയാം അന്നത്തെ ലോകത്തിലെ ചക്രവർത്തിയായിരുന്നു ഫറവോൻ. അവന്റെ അടിമത്തത്തിൽ ഇരിക്കുന്നതായ 14 കൊല്ലം അടിമത്തത്തിൽ ഇരിക്കുന്നതായ ജനത്തെ വിട്ടയക്കാൻ കൽപ്പിക്കാൻ നീ പോയി പറ എന്നല്ലേ പറഞ്ഞേ. നീ എന്റെ ജനത്തെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കാൻ കൽപ്പിച്ചെന്ന് പറ. അത് പറയാൻ ഒരു മണ്ടന് മാത്രമേ കഴിയത്തുള്ളൂ. ഓർത്ത് നോക്കിയാട്ട് അന്നത്തെ ലോകത്തെ ചക്രവർത്തി പറഞ്ഞത് ഈ ജനത്തെ വിട്ടയക്കാൻ ദൈവം കൽപ്പിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം അവൻ മണ്ടനായിരുന്നു. വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും, സ്നാനപ്പെട്ടാൽ നീ വിടുവിക്കപ്പെടും എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ മണ്ടന്മാർ തന്നെയാണ്. പക്ഷേ നമ്മളത് പറഞ്ഞുകൊണ്ട് കരുതുന്ന നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലും പോയി പ്രസംഗിച്ചോ, സുവിശേഷം അറിയിച്ചോ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിക്കോ, ഞാൻ അവരെ സഭയോട് ചേർത്തുകൊള്ളാം, അവർക്ക് ആത്മാവിനെ കൊടുത്തുകൊള്ളാം. ഇതറിയാവുന്നതുകൊണ്ട് നാം മണ്ടന്മാരെന്നും പ്രസംഗിച്ചു നടക്കുകയാണ്. ലോകത്തിന് മുമ്പാകെ മണ്ടന്മാരുടെ സഭയെ നമ്മൾ ഓരോരുത്തരും. സ്വതന്ത്രം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1:27 വാക്യം. 1 Corinthians 1:27. കേട്ടോ, മണ്ടന്മാരെ ഞാൻ പറയുകയാണ്, ഞാൻ ദൈവം ലോകത്തിൽ പോഷകമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിൽ ജീവിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും തിരഞ്ഞെടുത്തു. ഇത് പകൽക്കാലം ബലഹീനായ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തതാ. ഇതിനു വേണ്ടിയാ ബലമുള്ളതിനെ, കഴിവുള്ളതിനെ രചിപ്പിക്കുവാൻ നിന്നെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? ഏത് ബലഹീനാണ് തോന്നിയേക്കാം, ബലഹീനായ വിശ്വാസിയായേക്കാം. പക്ഷെ നമുക്ക് പറയട്ടെ, നീ വെറുതെ വന്നതല്ല, ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. ബലഹീനമായത് ദൈവം തെരഞ്ഞെടുത്തിട്ട് നമ്മിൽ വ്യാപരിക്കുന്നതായ വലിയൊരു ശക്തി നമ്മുടെ അകത്തേക്ക് ദൈവം പകർന്നു തന്നു. ആ ശക്തിയാൽ എന്റെ ദൈവത്തിന് ഇന്നും നീ പ്രതീക്ഷിക്കുന്ന പലതും ചെയ്യുവാൻ കഴിയും എന്ന് കാലം വിശ്വാസമുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു ഭോഷതമാണ്. ശരിയില്ലേ? പലരും പറയാറുണ്ട്, പലസ്തീൻ നാട്ടിന്റെ ഏതോ ഒരു ഭാഗത്തൊരു മലയുടെ മുകളിൽ യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയത് കൊണ്ടോ അത് മരിച്ചത് കൊണ്ടോ ലോകത്തിലെ സ്ഥലമാനവർക്കും രക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അവർ മിടുക്കന്മാർ. ശരിയല്ലേ പറയുന്നത്? പലസ്തീൻ നാട്ടിൽ യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ കഴിയാത്തവർ മിടുക്കന്മാർ. എന്നാൽ വിശ്വസിച്ചവർ, അവരോട് പൗലോസ് പറയുന്നത് എന്തായിരുന്നു? യഹൂദന്മാർ അടയാളം തെളിയുമ്പോൾ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവർക്ക് അത് മാന്യതയാകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മാന്യമുള്ള കാര്യമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇത് പലകാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണമാണ് എന്നെ നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? ക്രൂശിക്കപ്പെട്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മൾ ആരാധിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയിൽ ഉയർപ്പിന് ശക്തി വ്യാപരിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയിൽ ഉയർപ്പിന് ശക്തി വ്യാപരിക്കത്തില്ല. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ്, മരിച്ചത് കൊണ്ടാണ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ റെഡിയായി തീർന്നത്. ജീവിതത്തിനകത്ത് ഉയർപ്പിന് ശക്തി വ്യാപരിക്കണമെങ്കിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് പങ്കാളിയായി തീരണം. തിരുവേശ അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണല്ലോ. തിരുവേശം വിളിച്ചു പറയുന്നത്, ഈ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നു. ആ ശക്തിയാൽ ഇതൊക്കെ കാലം ഒരു വലിയ കാര്യം ദൈവം ചോദിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. വലിയ കാര്യം ജീവിതത്തിനകത്ത്
ചെറിയ പ്രാർത്ഥന ഞാൻ വെക്കാൻ പറയുന്നത് ഒരു വലിയ പ്രാർത്ഥന. ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നതായ, നമ്മളിരിക്കുന്ന സമൂഹത്തിന് മാറ്റം വരുന്നതായ ഒരു വലിയ പ്രാർത്ഥന, റിസ്കുള്ളതായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവിന് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ വിളിച്ച് അർത്ഥം വരുന്നു. നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന 20 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയെല്ലാം കൊച്ചു കൊച്ചു പ്രാർത്ഥനയൊക്കെയാണ്, ചെറിയ ചെറിയ പ്രാർത്ഥനയൊക്കെയാണ്. സംഖ്യാപുസ്തകം 15 അധ്യായത്തിന്റെ 31 വാക്യം വായിച്ച് 31. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാളയെ കൊണ്ടുവന്നു. പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. എങ്ങനെ സാധിക്കും? ഇത്രയും പേർക്ക് നീ ഇറച്ചി എങ്ങനെ കൊടുക്കും? ഹലോ, അപ്പോഴാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ കൊണ്ട് എൻ്റെ കൈ കുറുതായി പോയോ? എത്ര പേര് മകക്കാൻ കഴിയും? നീ ചിന്തിക്കാത്ത ഒരു മാർഗത്തിൽ കൂടി ഇറച്ചി എവിടുന്ന് വരുമെന്ന് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചി തന്നെ പറന്നു വരുന്നു, ഇറച്ചി പറന്നു വരുന്നു. എവിടെ പറന്നു? പാളയത്തിനകത്ത് അവർ കൈകെട്ടി പിടിക്കത്തക്ക ഭാരത്തിൽ. സ്വത്രം ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയതായ ഒരു കാര്യമുണ്ട്. കാടപ്പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാടയെ ഉണ്ട് അല്ലേ? ഇവിടുത്തെ കാടയാണോ അവിടുത്തെ കാട നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, സമുദ്ര തീരത്ത് പ്രത്യേകിച്ച് വെള്ളമുള്ള ഭാഗങ്ങളിൽ മാത്രമേ കാടകൾ ജീവിക്കുകയുള്ളൂ. വെള്ളമില്ലാത്ത മരുഭൂമിയിലല്ല കാട ജീവിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ നിന്നും വളരെ ദൂരെയാണ് അവിടെ നിൽക്കുന്നത്. പാറാൻ മരുഭൂമി നിൽക്കുകയാണ്. അടുത്ത സമുദ്രം ബ്രിട്ടൻ കടലാണ്, അവിടെ നിന്നും വളരെ ദൂരെയാണ്. ഇത്രയും സമുദ്രങ്ങളിൽ നിന്നും വളരെ ദൂരെയുള്ളതായ മരുഭൂമിക്കകത്ത് നിൽക്കുന്നവർക്ക് ഈ കാടകൾ അവിടെ എത്തിച്ചേരണമെന്ന് വരികിൽ സ്വയം പറന്നു വരികയില്ല. ഒരു കാട 50-100 കിലോമീറ്റർ പറക്കത്തില്ല. എന്നാൽ ഇതങ്ങനെ കടന്നു വന്നു. ഒന്ന് വായിക്കുമ്പോൾ വായിക്കുക. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ്. ഞാൻ ഈ വേദപുസ്തകം ചിന്തിപ്പിച്ച വാക്യമാണ്. ഒരു കാറ്റ് എന്താ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കാറ്റ്. വിശ്വാസമുണ്ടോ? നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ അസാധ്യമായ എങ്ങനെ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നതായ കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. സംഭവമില്ല, അസാധ്യത സാധ്യമാക്കുവാൻ ഒരു സൂപ്പർ നാച്ചുറൽ കാറ്റ് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ആ കാറ്റ് അടുപ്പിച്ചപ്പോൾ എവിടെ നിന്നോ കാടകൾ ആ കാറ്റിൽ പറന്നു വന്നോ ഇസ്രായേൽ പാളയങ്ങളുടെ മേൽ പറന്നു നിൽക്കുവാനിടയായി തീർന്നു എന്ന് വരികിൽ ദൈവത്തിന്റെ വചനേ, നിന്റെ ഒരു വിഷയത്തിന് മുമ്പിൽ എന്താ പരിഹാരമെന്ന് നീ ഓർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെ സാധിക്കുമെന്നുള്ളത് കൊണ്ടല്ലയോ, ചിന്തയുള്ളത് കൊണ്ടല്ലയോ വലിയ വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാതെ പോകുന്നത്. നീ കൊച്ചു കൊച്ചു കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നതാ. കർത്താവിനോട് ചോദിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇവർക്ക് എത്ര മനസ്സുണ്ട്? വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? ഒരു കാലം അസാധ്യത സാധ്യമാക്കുവാൻ അങ്ങനത്തെ പ്രാർത്ഥിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? ഒരു കാലം അവർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കർത്താവ് മറുപടി തരാൻ പോകുന്നത് വൻ കാര്യങ്ങൾക്ക്. നീ ആയുസ്സിൽ കാണാത്ത, നീ പ്രതീക്ഷിക്കാത്ത ഉന്നതമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. എത്ര പേർ ഒരു കാലം വിശ്വസിക്കുന്നുണ്ട്? വൻ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന്. എങ്ങനെ സാധിക്കുമെന്നുള്ളതല്ലേ നിന്റെ വിഷയം? Praise the Lord. Praise the Lord. How it is possible? എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. യഹോവയെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിന്റെ വിചാരമല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയില്ല. നിനക്ക് വേണ്ടി അവൻ വെച്ചതായ വഴി, ദൈവത്തിന്റെ വേക്കാനും കർത്താവ് ഒരുക്കിയതായ വഴിയിൽ കൂടി നീ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ആരംഭിച്ചിരിക്കുന്നു വരികിൽ നീ ഭക്തന്മാരെ പോലെ, നോഹയെ പോലെ, മോശയെ പോലെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ഹിതം അറിയുവാൻ തക്കവണ്ണം തീരുമാനം ചേൽപ്പിച്ചു കൊടുക്കുന്നത് വരികിൽ
നിന്റെ മുമ്പിൽ അസാധ്യമേ സാധ്യമാകാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഭൂലോകത്തെ കീഴ്മേൽ മറയ്ക്കുന്നവരെന്നാണ് അപ്പോസ്തോലിക കാലഘട്ടങ്ങളിൽ ദൈവം പറഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മാറ്റം വരുത്തുവാൻ തമ്മിൽ കഴിയത്തുള്ളൂ. ഇത് കാലം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിപ്പുണ്ട്. വൻ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുക മനസ്സുണ്ട്. വലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കുക. കൊച്ചു കാര്യങ്ങൾ വലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കുക. എത്ര ആഗ്രഹമുണ്ട്, എത്ര വലിയ വലിയ കാര്യം പ്രാർത്ഥിക്കുക. ഒരു വൻ കാര്യങ്ങൾ മനസ്സിൽ കണ്ടോ ആത്മാവ് ചോദിക്കുക. എല്ലാ കണ്ണും നടയട്ടെ. പ്രൈസലോ എല്ലാ കണ്ണും വലിയ കാര്യങ്ങളെ ജീവിതത്തിൽ ഇതുവരെ സാധിക്കാത്തതായ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യാമെന്ന് പറഞ്ഞായ വൻ കാര്യങ്ങളെ കാരണം ചോദിക്കുവാൻ തക്കവണ്ണം നിനക്കിടയാകുമാറാകട്ടെ. പ്രൈസലോ എന്റെ ദൈവത്തെ കൊണ്ട് അത് സാധിക്കും. വിശ്വസിച്ചോ നിന്റെ ആ പ്രശ്നത്തെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. എങ്ങനെ നീ ചോദിക്കരുത്. പ്രൈസലോ മരുഭൂമിയിൽ വെള്ളമില്ലാത്തടുത്ത് കാടപ്പക്ഷിയെ പറത്തിക്കുവാൻ തക്കവണ്ണം വലിയ കാറ്റ് അടുപ്പിക്കാമെന്ന വരിയിൽ പ്രൈസലോ ദൈവത്തിന്റെ സ്ഥലത്തിൽ മറന്നലിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു വലിയ കാറ്റ് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കഴിയുന്നെങ്കിൽ അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നിലകൊണ്ട് നിനക്ക് വേണ്ടി ഒരു കാറ്റടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയത്തില്ലേ? കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഈ ദൈവം എന്തുകൊണ്ടേക്കും നമ്മുടെ ദൈവം. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ കഥാവ് നമ്മെ നടത്തും. നമ്മെ ശക്തനാക്കുവാൻ തക്കണം അവന് കഴിയും. ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? ഒരു ആത്മാവിന്റെ പ്രാർത്ഥന പറഞ്ഞ ആർക്ക് മനസ്സുണ്ട്? പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ദൈവമായ കർത്താവേ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.